പ്രൈസ് ദി ലോർഡ്. ഡയറി ഒക്കെ എടുത്ത് കണ്ടപ്പോൾ വിചാരിക്കും ഇയാളൊന്നും ഒരുപാട് പ്രസംഗിക്കാൻ പോവാണെന്നൊക്കെ നിങ്ങൾ ചിലപ്പം ചിന്തിക്കും. അരമണിക്കൂർ സമയം എൻ്റെ മുൻപിലുള്ളൂ. ഞാൻ ഇതിങ്ങനെ വേദപുസ്തകം വായിച്ചപ്പോൾ കിട്ടിയ ചില ചിന്തകളൊക്കെ ഒന്ന് കുറിച്ച് വെച്ചതാ. ഇത് ചെറിയ പേപ്പറിലാക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഡയറി ഇങ്ങനെ എടുത്തത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് അരമണിക്കൂർ സമയം എടുക്കുള്ളൂ. ഞാൻ അതിനേക്കാളും സമയം എടുക്കത്തില്ല. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം മാത്രം വായിച്ചാൽ മതി. യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസേഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. അപ്പോ നമ്മുടെ കർത്താവ് പ്രവൃത്തി ആരംഭിക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു? 30 വയസ്സായിരുന്നു. അവിടുന്ന് ആരുടെ മകനെന്ന ജനം വിചാരിച്ചേ? യോസേഫിന്റെ മകനെന്ന് ജനം വിചാരിച്ചു. ആളുകളുടെ വിചാരങ്ങളൊക്കെ ആർക്കറിയാം? ദൈവത്തിനറിയാം. നമ്മുടെ കർത്താവിന് നല്ല പോലെ അറിയാം കേട്ടോ. വെളുപ്പാങ്കാലത്ത് പോന്നതാ വീട്ടിൽ നിന്ന്. വെളുപ്പാങ്കാലത്ത് വീട്ടിൽ നിന്ന് പോന്നതായിരിക്കും അല്ലേ? ഒരുപാട് സമയം ഒരുപാട് ദൂരം നടന്നു. അപ്പൊ രാവിലെ വീട്ടിൽ നിന്ന് പോന്നപ്പം മറ്റേ കാർപ്പൻട്രി വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ. ആരുടെ? കർത്താവിന്റെ ഒരു കാർപ്പൻട്രി വർക്ക്ഷോപ്പ് ഉണ്ട് അവിടെ വീട്ടിൽ. അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചു, ക്ലോസ്ഡ്. ഇന്ന് മുതൽ ഇവിടെ ഈ കാർപ്പൻട്രി വർക്ക്ഷോപ്പ് ക്ലോസ്ഡ് ആണ്. അപ്പൊ അമ്മയോട് പറഞ്ഞു, ഞാനിങ്ങനെ ചിന്തിക്കുക, അമ്മയോടും സഹോദരന്മാരോടും സഹോദരിമാരോടും ഒക്കെ പറഞ്ഞു, ഞാനിങ്ങനെ സ്നാനമേൽക്കാൻ പോവാണ്, എൻ്റെ ശുശ്രൂഷകളൊക്കെ ആരംഭിക്കാൻ പോവാണ്. അപ്പൊ ആരും ചോദിച്ചു കാണുകയല്ല, മോനെ നിന്റെ അമ്മ ഒരു വിധവയാണല്ലോ, നിന്റെ ഈ സഹോദരിമാരെയൊക്കെ ആര് കെട്ടിക്കും, നീ മൂത്ത പുത്രനല്ലേ എന്നൊന്നും ആരും ചോദിച്ചു കാണുകയല്ല. കാരണം അവർക്കൊക്കെ ആ കാര്യത്തിൽ ഒരു ഉറപ്പും ധൈര്യവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കർത്താവ് ഇതാ സ്നാനപ്പെടാനായിട്ട് വന്ന് നിൽക്കുവാണ്. വലിയ ക്യൂ ആണ് കേട്ടോ, ഭയങ്കര ക്യൂവാ. അപ്പോ അവിടെ നിന്നപ്പോ ജനം വിചാരിക്കുന്നു, ഈ കൂട്ടത്തിലുള്ള എല്ലാ ജനവും വിചാരിക്കുന്ന എന്താ, ഇവൻ യോസേഫിന്റെ മകനാ. അപ്പൊ ആ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് പലർക്കും യോസെഫിനെ അറിയാം. അപ്പൊ അവര് ചിന്തിക്കുന്നത്, ഞങ്ങൾ യോസെഫിനേക്കാളൊക്കെ പണമുള്ള ആൾക്കാരാ. യോസെഫ് വലിയ ദരിദ്രനാണല്ലോ, അപ്പൊ ഇവൻ ഒരുപാട് ദരിദ്രനായൊരു മനുഷ്യനാണെന്നാണ് അവരൊക്കെ ചിന്തിക്കുന്നത്. എന്നാൽ ഈ അധ്യായത്തിന്റെ അവസാന വാക്യം ഒന്ന് നോക്കി. ഇവിടെ 76 പേരെ കുറിച്ച് പറയുന്നുണ്ട്. 76 തലമുറകൾ. 76 പേരെ കുറിച്ച് ഇവിടെ വംശാവലിയിൽ പറയുന്നുണ്ട്. ആദാം തൊട്ടുള്ള എല്ലാ ആളുകളെ കുറിച്ചും പറയുന്നുണ്ട്. എന്നിട്ട് ഇതിന്റെ 38-ാം വാക്യത്തിലേക്ക് വരുമ്പോ എന്നാ പറയുന്നത്? കൈനാൻ ഏനോഷിന്റെ മകൻ, ഏനോഷ് ഷേത്തിന്റെ മകൻ, ഷേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ. ഏനോഷ് ഷേത്തിന്റെ മകൻ, ഷേത്ത് ആദാമിന്റെ മകൻ. ആദാം ആരുടെ മകനാ? ആദാം ദൈവത്തിന്റെ മകൻ. ആദാം ഏത് ദൈവത്തിന്റെ മകനാണോ ആ ദൈവമാണ് ഇവിടെ മനുഷ്യരൂപത്തിൽ നിൽക്കുന്നത് കേട്ടോ. ആ മനുഷ്യനിവിടെ ദൈവരൂപത്തിൽ ആ ദൈവം ഇവിടെ മനുഷ്യരൂപത്തിൽ നിൽക്കുന്നു. അപ്പൊ ആ ദൈവത്തെക്കുറിച്ച് ആളുകൾ വിചാരിക്കുന്നു, എന്താ, ഇവൻ യോസേഫിന്റെ മകനാണ്. എല്ലാ ഹൃദയവിചാരങ്ങളെയും അറിയുന്ന കർത്താവിന് അതിൽ യാതൊരു സങ്കടവും തോന്നിയില്ല, യാതൊരു ജാള്യതയും തോന്നിയില്ല. നമ്മുടെ കർത്താവിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്, തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തുകൊണ്ട് അപമാനം അവൻ അലക്ഷ്യമാക്കി.
എന്നും നമ്മുടെ കർത്താവ് അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ 76 പേരെ കുറിച്ച് പറയും, 76 തലമുറകളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവിനെ കുറിച്ച് എന്താ പറയുന്നേ? 90-ാം സങ്കീർത്തനത്തിൽ, കർത്താവെ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോ തലമുറകളുടെ ദൈവമാണ്, തലമുറകളെ സൃഷ്ടിച്ച ദൈവമാണ് ഇവിടെ ഒരു മനുഷ്യനായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അനാദിയായും ശാശ്വതമായും അവൻ ദൈവമാണ്. ഇബ്രാഹിം ലേഖനം പറയുന്നുണ്ട്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും എന്നേക്കും അനന്യൻ തന്നെ എന്ന് യേശുവിനെ കുറിച്ച് പറയുക. ആ കർത്താവിന് ഇങ്ങനെ നിൽക്കാനായിട്ട് ഒരു ജാള്യതയും ഉണ്ടായില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മളെപ്പോലുള്ള അനേകം പാവപ്പെട്ട ആളുകൾ രക്ഷയെങ്കിലേക്ക് വരും, തേജസ്സിങ്കിലേക്ക് വരും, നിത്യജീവങ്കിലേക്ക് വരും എന്നുള്ള ആ വലിയ അറിവ് കർത്താവിനുണ്ടായിരുന്നുകൊണ്ട് കർത്താവ് അങ്ങനെ നിൽക്കുവാനായിട്ട് തീരുമാനിച്ചു. എവിടെ നിന്നാ വന്നത്? ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ നിന്നാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. യെശയ്യാവ് അത് പറയുന്നുണ്ട് 6-ാം അധ്യായത്തിൽ, അല്ലേ? ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നത് ഞാൻ കണ്ടു. ദൈവത്തിന്റെ തേജസ് കണ്ടു. ദൈവത്തിന്റെ തേജസ് ആരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. അങ്ങനെയാ പറയുന്നത്. കർത്താവിനെ കുറിച്ച് പറയുന്നു, വചനം പറയുന്നു, പ്രകാശത്തെ വസ്ത്രമാക്കി ധരിക്കുന്ന മഹാദൈവം. ആ ദൈവം ആ വസ്ത്രമൊക്കെ അവിടെ ഊരിവെച്ചു, സിംഹാസനത്തിൽ ഊരിവെച്ചു, ഈ ഭൂമിയിലേക്ക് വന്നു. മരിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു അങ്കി, അല്ലേ? അടിതൊട്ട് മുകൾ വരെ ഒരു ഒറ്റ തുന്നലായിരുന്നു, അത് കീറരുത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ആ ഇട്ടിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, അതുണ്ട്. പിന്നെ ഒരുപക്ഷെ ഇത് നനയുമ്പോ, ഇത് നനഞ്ഞു കഴിഞ്ഞാൽ പോണമല്ലോ, നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ വസ്ത്രം ധരിച്ച് പോണമല്ലോ, ആ വസ്ത്രവും ചിലപ്പോൾ കാണും. 1 2 അതിലധികം കാണാൻ വഴിയില്ല. സ്നാപക യോഹന്നാൻ പറയുന്നുണ്ട്, നിങ്ങളിൽ 2 വസ്ത്രമുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ. ഇതൊക്കെ ആര് കേൾക്കുന്നുണ്ട്? നമ്മുടെ കർത്താവ് കേൾക്കുക. ഈ ലൈനിൽ ഇങ്ങനെ നിൽക്കുമ്പോ ചുങ്കക്കാര് വന്നു, ചുങ്കക്കാരോട് പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞതിനേക്കാൾ കൂടുതലൊന്നും നിങ്ങൾ പിരിക്കല്ലേ. അത് കേൾക്കുന്നുണ്ട്. പടയാളികൾ വന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം? ആരെയും ബലാത്കാരം ചെയ്യാതെ നിങ്ങളുടെ ശമ്പളം മതി എന്ന് വയ്പ്പിൻ. ഈ ജനത്തെ കണ്ടപ്പോ സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുന്നത് എന്താ? സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആരാണ്? അപ്പൊ ഈ സർപ്പസന്തതികളുടെ കൂട്ടത്തിൽ ആരും കൂടി നിൽക്കുന്നുണ്ട്. ഈ സർപ്പസന്തതികളുടെ കൂട്ടത്തിൽ ഒരാളും കൂടി ആ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കർത്താവ് കേട്ടുകൊണ്ടിരിക്കുക, കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത്, ആ വസ്ത്രം അവിടെ ഊരി വെച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. എന്നിട്ട് ഇവിടെ അധികം വസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ആ ഏറ്റവും നല്ല വസ്ത്രമായിരിക്കാം അന്ന് അണിഞ്ഞു വന്നത്, ഏറ്റവും നല്ല വസ്ത്രം. കാരണം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആ സാന്നിധ്യമുണ്ടെന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ സ്നാനപ്പെടുന്ന സമയത്ത്. അപ്പൊ ഇത് ഏറ്റവും നല്ല ഒരവസരമാണ്, ഏറ്റവും നല്ലൊരു ദിവസമാണ്. പിതാവായ ദൈവം പ്രസാദിച്ച ഒരു ദിവസമാണിത്. കഴിഞ്ഞ 30 വർഷക്കാലം തന്റെ പുത്രന്റെ ഹൃദയവിചാരങ്ങളൊക്കെ ഇങ്ങനെ ഏറ്റവും നന്നായി മനസ്സിലാക്കി ഒരു സാക്ഷ്യം പറഞ്ഞു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സാക്ഷ്യം പിതാവ് പറഞ്ഞു. ആത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വന്നു, തോളിൽ വസിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോ ഏറ്റവും നല്ല വസ്ത്രം അണിഞ്ഞിട്ടാണ് കർത്താവ് അന്ന് വന്നത്, കേട്ടോ. ഏറ്റവും നല്ല വസ്ത്രം അണിഞ്ഞ്, ഒരുപക്ഷെ നനഞ്ഞ് കുതിർന്ന വസ്ത്രമൊക്കെ മാറി ഒരുപക്ഷെ തോർത്ത് മാത്രമേ കാണത്തുള്ളായിരിക്കും. ആ തോർത്ത് അരയിൽ ചുറ്റി ആ വസ്ത്രമൊക്കെ ഒന്ന് പിഴിഞ്ഞ്
ആ മരുഭൂമിയിൽ വെയിലുള്ള സ്ഥലത്ത് യോർദാന്റെ കരയിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഉണക്കാൻ വെച്ച് അതൊക്കെ ഉണക്കിയതിന് ശേഷം അതിട്ടേച്ചായിരിക്കും കർത്താവ് തിരികെ പോയത്. ദൈവത്തിന് സ്തോത്രം. ഒന്നും ഉണ്ടായിരുന്നില്ല പ്രിയപ്പെട്ടവരെ, ഒന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ ദൈവദാസൻ പറഞ്ഞല്ലോ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നമ്മെ സമ്പന്നരാക്കേണ്ടതിന് നമ്മൾ നിമിത്തം ദരിദ്രനായി തീർന്ന ദൈവകൃപ അതാണ്. അപ്പൊ ജനം വിചാരിച്ചു ഇവനാരാണ് യോസേഫിന്റെ പുത്രനെന്ന് ജനം വിചാരിച്ചു. മോശയ്ക്ക് 400 വർഷങ്ങൾ, ദാവീദിനും 400 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച ആളാണ് മോശ. കേട്ടോ, 400 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായ ദാവീദ് പറയുന്നത് എന്താണെന്നറിയാമോ? ദാവീദ് എന്താ പറയുന്നത്? സങ്കീർത്തനം 110:1 വായിച്ചേ വേഗം. സങ്കീർത്തനം 110:1. യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. അപ്പോ ആ ഉദ്ധരണി കർത്താവ് ഉദ്ധരിച്ചിട്ട് പരീശന്മാരോടും ശാസ്ത്രിമാരോടും പറയുന്നുണ്ട്, ദാവീദ് എന്നെ കർത്താവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ ഞാൻ എങ്ങനെ ദാവീദിന്റെ പുത്രനാകും? മോശെ കർത്താവേ എന്ന് വിളിച്ചത് യേശു ക്രിസ്തുവിനെയാണ് കേട്ടോ. ആരൊക്കെ വേദപുസ്തകത്തിൽ കർത്താവേ എന്ന് വിളിച്ചിട്ടുണ്ടോ അവരൊക്കെ യേശു ക്രിസ്തുവിനെയാണ് കർത്താവ് എന്ന് വിളിച്ചത്. അപ്പോ ദാവീദിന്റെ പുത്രൻ എന്നറിയപ്പെടുവാൻ തക്കവണ്ണം, ദാവീദിന്റെ പുത്രനായി തീരുവാൻ തക്കവണ്ണം കർത്താവ് അത്രമാത്രം ചെറുതായി കേട്ടോ. കർത്താവ് അവരോട് ചോദിക്കുക, ദാവീദ് പോലും എന്നെ കർത്താവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ ഞാൻ എങ്ങനെയാ ദാവീദിന്റെ പുത്രനാകുന്നത്? മറുപടി തരണം. മറുപടി കൊടുക്കുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അപ്പോ 400 വർഷങ്ങൾ, ദാവീദിന് 400 വർഷങ്ങൾക്ക് മുൻപുള്ള മോശയും യേശു ക്രിസ്തുവിനെ കർത്താവേ എന്നാണ് വിളിച്ചത്. മോശ പറയുന്നത് ഞാനും ഈ യേശുവിന്റെ പൈതല, അല്ലെങ്കിൽ യേശുവിന്റെ മകനാണ്. മോശയെ കുറിച്ച് എബ്രായ ലേഖനം 11 പറയുന്നുണ്ട്, 26 വാക്യത്തിൽ, ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. അല്ലേ? ഫറവോന്റെ പുത്രിയുടെ പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ച് മിസ്രയീമിലെ സകല നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിന് നിന്ന് വലിയ ധനമെന്ന് എണ്ണി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോ മോശെ അവനെ കർത്താവേ എന്ന് വിളിക്കുന്നു. അബ്രഹാം വിളിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. സോതോമിലേക്ക് പോകുമ്പോ, സോതോം നശിപ്പിക്കാനായിട്ട് 2 ദൂതന്മാർ പോയി, കർത്താവോടെ നിൽക്കുകയാ. അബ്രഹാം എന്താ വിളിക്കുന്നത്? കർത്താവേ എന്നാ വിളിക്കുന്നത്. അബ്രഹാം വിളിക്കുന്നത് ആരെ? യേശു ക്രിസ്തുവിനെ. എത്ര ഭയത്തോടും വിറയലോടും കൂടിയാണ് ഈ കർത്താവിന്റെ മുൻപാകെ അബ്രഹാം നിന്നത്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 8-ാം അധ്യായം 56-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ഒരു ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചും ഇരിക്കുന്നു. അപ്പൊ അവര് ചോദിച്ചു, നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? കർത്താവ് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാനുണ്ട്, ഞാൻ ആകുന്നു എന്ന് ഒരുത്തന് പറയാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ദൈവമായിരിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോ അബ്രഹാം കർത്താവേ എന്ന് വിളിച്ചത്, അബ്രഹാമിന് മുൻപുള്ള എല്ലാവരും കർത്താവേ എന്ന് വിളിച്ചത്, ആദാം മുതലുള്ള എല്ലാവരും കർത്താവേ എന്ന് വിളിച്ചത് ആരെയാ? ഈ യേശുവിനെയാ. ആ യേശു ഇവിടെ നിൽക്കുക ആരുടെ മകനായിട്ട്? യോസേഫിന്റെ മകനെന്ന് ജനം വിചാരിച്ചു. പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ഒരുത്തനിൽ നിന്നും അവൻ മനുഷ്യജാതി ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ആരാണ് ഉളവാക്കിയത്? ആരാണ് ഉളവാക്കിയത്? ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ഒരുത്തനിൽ നിന്നും, ആദാമിൽ നിന്നും സകല മനുഷ്യനെയും മനുഷ്യജാതിയെയും ഈ യേശുവാണ് സൃഷ്ടിച്ചത്. അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചതും കർത്താവ് തന്നെയാണ്. ആ കർത്താവ് ഇവിടെ യോസെഫിന്റെ മകനായിട്ട് നിൽക്കുകയാണ്. അവൻ യോസെഫിന്റെ മകനെന്ന് ജനം വിചാരിച്ചു.
ഹോ, അവൻ ജനിച്ചപ്പോൾ എന്നാ പറഞ്ഞേ? അവൻ ജനിച്ച് ഏതാണ്ട് 1.5-2 വർഷം കഴിഞ്ഞപ്പോ അവനൊന്നും കർത്താവിന് വിളിക്കാൻ പാടില്ല. അവിടെ നിന്ന് ജനിച്ചപ്പോ ഏതാണ്ട് 1.5-2 വർഷം കഴിഞ്ഞപ്പോൾ വിദ്വാൻമാർ കിഴക്കുനിന്ന് വന്നു. അവരെന്നാ ചോദിച്ചേ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു. അവരാ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടി കണ്ടു, വീണ് അവനെ നമസ്കരിച്ചു. ദൈവത്തിന് സ്തോത്രം. വിദ്വാൻമാർ ആരെയാണോ നമസ്കരിച്ചത്? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ. 1 തിമോത്തി 6:15 മുതൽ 16 വരെ നാം വായിക്കുന്നു, രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ധന്യനായ ഏകാധിപതിയും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. ഇതാ അവൻ അവിടെ നിൽക്കുന്നു. ആരായിട്ട്? ആരായിട്ട്? യോസേഫിന്റെ മകനായിട്ട് നിൽക്കുന്നു. യോസേഫിന്റെ മകനെന്ന് ജനം വിചാരിച്ചു. എല്ലാ ഹൃദയ വിചാരങ്ങളെയും അറിയുന്നവനാണ് അവിടുന്ന്, അല്ലേ? മത്തായി 9:4 നാം വായിക്കുന്നു, യേശുവോ അവരുടെ നിരൂപണം ഗ്രഹിച്ചു. യേശു അവരുടെ, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി, നോക്കിക്കോന്ന് വേണമെങ്കിൽ. അവിടെ മത്തായി 9:4 വായിച്ചു, വേഗത്തിൽ വായിച്ചു. യേശുവോ അവരുടെ നിരൂപണം ഗ്രഹിച്ച്, നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്ത്? യേശുവോ അവരുടെ നിരൂപണം ഗ്രഹിച്ചു. നിങ്ങളുടെ ഹൃദയത്തിൽ ദോഷം വിചാരിക്കുന്നത് എന്ത്? 139 സങ്കീർത്തനം 1 മുതൽ 4 വരെ എന്ന് വായിച്ചേ. 139 സങ്കീർത്തനം 1 മുതൽ 4 വരെ വളരെ വേഗത്തിൽ. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ ഇല്ല. എങ്ങനെയിരിക്കുന്നു? ഇതാരാ? ദാവീദ് കർത്താവേ എന്ന് വിളിച്ചത് ആരെയാ? യേശുവിനെയാണ്, യേശു ക്രിസ്തുവിനെയാണ്. ഇവിടെ എന്നാ പറയുന്നേ? ഞാൻ കിടക്കുന്നത് എഴുന്നേൽക്കുന്നത് ഒക്കെ നീ അറിയുന്നു. എന്റെ നിരൂപണങ്ങൾ നീ ദൂരവേ നിന്ന് ഗ്രഹിക്കുന്നു. നീ അറിയാതെ എന്റെ നാവിൻ തുമ്പത്ത് ഒരു വാക്ക് പോലുമില്ല. അപ്പോ ഇതെല്ലാം അറിയുന്നവൻ, ഇതൊക്കെ അറിയുന്ന കർത്താവ് ഇവിടെ നിൽക്കുന്ന ഓരോ മനുഷ്യരുടെയും ചിന്തകളെ കർത്താവിന് അറിയാം എന്നാണ് നാം വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇയ്യോബിന്റെ പുസ്തകം 31-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരിക. ഇയ്യോബിന്റെ പുസ്തകം 31-ാം അധ്യായം 4-ാം വാക്യം വളരെ വേഗത്തിൽ. എൻ്റെ വഴികളെ അവൻ കാണുന്നില്ലയോ? എൻ്റെ കാലടികളൊക്കെയും എണ്ണുന്നില്ലയോ? ഞാൻ കപടത്തിൽ നടന്നുവെങ്കിൽ, എൻ്റെ കാൽ വഞ്ചനയ്ക്ക് ഓടിയെങ്കിൽ, ദൈവം എൻ്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഒറ്റ ത്രാസിൽ എന്നെ തൂക്കി നോക്കുമാറാകട്ടെ. എൻ്റെ കാലടി വഴി വിട്ടുമാറിയെങ്കിൽ, എൻ്റെ ഹൃദയം എൻ്റെ കണ്ണിന് പിന്തുടർന്നുവെങ്കിൽ, വല്ല കറയും എൻ്റെ കൈക്ക് പറ്റിയെങ്കിൽ, ഞാൻ വിതച്ചതു മറ്റൊരുത്തൻ തിന്നട്ടെ, എൻ്റെ സന്തതിക്ക് മൂലനാശം ഭവിക്കട്ടെ. എൻ്റെ ഹൃദയം ഒരു സ്ത്രീയിങ്കൽ ഭ്രമിച്ചു പോയെങ്കിൽ, കൂട്ടുകാരൻ്റെ വാതിൽക്കൽ ഞാൻ പതിയിരുന്നു എങ്കിൽ, എൻ്റെ ഭാര്യ മറ്റൊരുത്തനും മാവ് പൊടിക്കട്ടെ, അന്യർ അവളുടെ മേൽ കുനിയട്ടെ. അതു മഹാപാതകമല്ലോ. ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ടുന്ന കുറ്റമത്രേ. അതു നരകപര്യന്തം ദഹിപ്പിക്കുന്ന തീയാകുന്നു. അത് എൻ്റെ അനുഭവമൊക്കെയും നിർമൂലമാക്കും. ആമേൻ. അപ്പോ ഇയ്യോബ് ഇവിടെ പറയുക, ഇയ്യോബിന് ഒരു തിരുവെഴുത്തും കിട്ടിയിട്ടില്ല ഇന്ന് വരെ. ഇയ്യോബ് പറയുന്നുണ്ട് 42-ാം അധ്യായത്തിൽ, അയ്യോ, ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ. അല്ലേ? ഒരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ. ആ കേൾവി മാത്രമേ കേട്ടിട്ടുള്ളെങ്കിലും ഇയ്യോബ് എന്താ പറയുന്നത്? ദൈവം എന്റെ പരമാർത്ഥത അറിയേണ്ടതിന്, ഞാൻ കപടത്തിൽ നടന്നുവെങ്കിൽ, എന്റെ കാൽ വഞ്ചനയ്ക്ക് ഓടിയെങ്കിൽ, ദൈവം എന്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഒറ്റ ത്രാസിൽ എന്നെ തൂക്കി നോക്കുമാറാകട്ടെ. 4-ാം വാക്യം, എന്റെ വഴികളെ അവൻ കാണുന്നില്ലയോ? എന്റെ കാലടികളെ ഒക്കെയും എണ്ണുന്നില്ലയോ? അപ്പോ എന്റെയും നിങ്ങളുടെയും വഴികളെല്ലാം അറിയുന്ന, നമ്മുടെ കാലടികളെ എണ്ണുന്ന, ഇവിടെ വായിക്കുന്നു, ത്രാസിൽ നമ്മുടെ ജീവിതങ്ങളെ തൂക്കി നോക്കുന്ന ഒരു ദൈവമുണ്ട്.
ആ ദൈവമാരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ച് പറയുക അല്ലേ? ഇതിന്റെ 31-ാമത്തെ ആരംഭത്തിൽ ഇയ്യോബ് പറയുന്നു, ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും. ഒന്നും എഴുതി കിട്ടാത്ത ഇയ്യോബ് പോലും ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തുവെങ്കിൽ, ഈ ദൈവം ഇങ്ങനെയുള്ള സർവജ്ഞാനിയായ എല്ലാ കാര്യങ്ങളും എന്റെ ജീവിതത്തിലെ സമസ്ത തലങ്ങളും അറിയുന്ന ഒരു ദൈവമാണ് എന്ന് മനസ്സിലാക്കിയെങ്കിൽ, ഞാനും നിങ്ങളും ഈ യേശു കർത്താവിനെ കുറിച്ച് എത്ര അധികം മനസ്സിലാക്കുവാനായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പിന്നെയും നാം കാണുന്നു, എടുത്താട്ടെ സദൃശവാക്യങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 18 മുതൽ 21 വരെ നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് നോക്കുന്ന മഹാദൈവം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 18-ന്റെ 21, 5-ാം അധ്യായത്തിന്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വളരെ വേഗത്തിൽ. നിന്റെ ഉറവ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ, നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചു കൊള്ളുക. കൗതുകമുള്ള പേടമാനും മനോഹരമായ ഇളമാൻ പേടയും പോലെ അവളുടെ സ്തനങ്ങൾ എല്ലാ കാലത്തും നിന്നെ രമിപ്പിക്കട്ടെ. അവളുടെ പ്രേമത്താൽ നീ എല്ലായ്പ്പോഴും മത്തനായിരിക്കുക. മകനെ, നീ പരസ്ത്രീയെ കണ്ട് ഭ്രമിക്കുന്നതും അന്യസ്ത്രീയുടെ മാറിടം തഴുകുന്നതും എന്ത്? മനുഷ്യന്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു, അവന്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു. 21-ാം വാക്യം എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? മനുഷ്യന്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു, അവന്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു. അവിടെ മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഭർത്താവിനെ കുറിച്ചാ. ഭർത്താവിനെ കുറിച്ചാ പറയുന്നത്, മനുഷ്യൻ. അവിടെ അതിനു മുൻപ് എന്താ പറയുന്നത്? നിന്റെ ഉറവ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ, നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചു കൊള്ളുക. കൗതുകമുള്ള പേടമാനും മനോഹരമായ ഇളമാൻ പേടയും പോലെ അവളുടെ സ്ഥാനങ്ങൾ എല്ലാ കാലത്തും നിന്നെ രമിപ്പിക്കട്ടെ. ഇത് പൈലോ കൊയ്ലോയുടെ നോവലൊന്നും അല്ല കേട്ടോ. ഇത് മുട്ടത്ത് വർക്കിയുടെയും അല്ലെങ്കിൽ നമ്മുടെ MT വാസുദേവന്മാരുടെയും നോവലൊന്നും അല്ല. ഇത് കർത്താവിന്റെ വചനമാണ്. ഇതൊക്കെ നമ്മൾ വായിക്കണം. ഇത് വായിക്കാതിരിക്കരുത്. എല്ലാ കാലത്തും അവളുടെ സ്ഥാനങ്ങൾ നിന്നെ രമിപ്പിക്കട്ടെ. എന്നിട്ട് പറയുക, നിന്റെ ഭാര്യയുടെ പ്രേമത്താൽ നീ എല്ലായ്പ്പോഴും മത്തനായിരിക്കുക. കുടുംബജീവിതത്തിലേക്ക് നോക്കുന്ന ദൈവം, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബ ജീവിതത്തിലേക്ക്, ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് നോക്കുന്ന മഹാദൈവം. ആ ദൈവം ആരാന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. മനുഷ്യന്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു, അവന്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു. നല്ലപോലെ സൂക്ഷിച്ച് നമ്മുടെ കുടുംബജീവിതങ്ങളെ നയിക്കാനായിട്ട് ആവശ്യമുണ്ട്. ഈ വരിയായിട്ട് നിൽക്കുന്ന ആളുകളില്ലേ സ്നാനപ്പെടാൻ, ഈ വരിയായി ഈ യോർദാന്റെ കരയിൽ നിൽക്കുന്ന ഈ ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇവരുടെ ഹൃദയങ്ങളെ ഒക്കെ അറിയുന്നവൻ അവിടെ നിൽക്കുന്നുണ്ട്, അതിന്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. മറ്റുള്ളവർ വിചാരിക്കുന്ന എന്താണെന്ന് അറിയാമോ? ഇവനും ഒരു പാപിയാണ്, ഇവനും ഒരു പാപിയാണെന്നാണ് അവരും വിചാരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊക്കെ ചിന്തിക്കുവാനായിട്ട് കർത്താവ് അവിടെ നിന്നുകൊടുത്തു. എല്ലാ മനുഷ്യന്റെ ഹൃദയ രഹസ്യങ്ങളെ അറിയുന്ന മഹാദൈവത്തിന് ഒരു ജാള്യതയും തോന്നിയില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മെ ഓർത്തത് കൊണ്ടാണ് അവിടത്തേക്ക് ഒരു ജാള്യതയും തോന്നാതിരുന്നത്. അവിടത്തേക്ക് ഒരു സങ്കടമോ വ്യസനമോ ദുഃഖമോ ഒന്നും തോന്നാതിരുന്നത് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഓർത്തപ്പോഴാണ്. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങളിൽ യോഹന്നാൻ പറയുന്നുണ്ട്, എന്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുന്നവനാണ്. പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. തീയിലെ സ്നാനം എന്താ? അത് ന്യായവിധിയെ കുറിച്ചാണ് പറയുന്നത്. എല്ലാ മനുഷ്യനെയും ന്യായം വിധിക്കുന്ന തമ്പുരാൻ, പൊന്നു തമ്പുരാൻ, പിതാവ് തന്നെ പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി മുഴുവൻ പുത്രന് കൊടുത്തിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 12-ാം വാക്യം അല്ലേ? നമ്മള് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 31-ാം വാക്യത്തിൽ താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കേണ്ടതിന് അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു, അവനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പും നൽകിയിരിക്കുന്നെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആരാ ന്യായം വിധിക്കുന്നത്?
യേശു ക്രിസ്തു. ആ തീ കൊണ്ട് സ്നാനം കഴിക്കുന്നവൻ, പാപികൾക്കുള്ളതാണ് തീ കൊണ്ടുള്ള സ്നാനം. ആ തീ കൊണ്ട് സ്നാനം കഴിക്കുന്നവൻ ഇവിടെ ഇതാ ഒരു മഹാപാപിയെ പോലെ ഈ വരിയിൽ നിൽക്കുന്നു. എന്തിനാ നിന്നത്? നമുക്ക് വേണ്ടിയാണ് കർത്താവ് അങ്ങനെ നിന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച പൊന്നു തമ്പുരാൻ ഒരു വാക്കുകൊണ്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇല്ലായ്മയിൽ നിന്നും ഉള്ളതിനെ പോലെ സകലത്തെയും വിളിച്ചു വരുത്തിയ പൊന്നു തമ്പുരാൻ ഒരു മനുഷ്യനായിട്ട് ഇതാ അവിടെ നിൽക്കുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, പിതാവിന്റെ അരികിൽ നിന്നും വന്ന നിത്യജീവനെ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു. നിത്യജീവൻ എന്ന് പറയുന്നത് ഒരനുഭവമാണെന്ന് പറയുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ ആരാണ് നിത്യജീവൻ? നിത്യജീവൻ ഒരു സ്വരൂപമുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. നിത്യജീവൻ സത്യദൈവമാരാണ്? നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. 3-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥനയിൽ കർത്താവ് പറയുക, പിതാവേ, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. യോഹന്നാൻ പറയുന്നു, യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്നത് എന്താണെന്നറിയാമോ? കുഞ്ഞുങ്ങളെ, നാം ഇപ്പോൾ സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. എന്നിട്ട് പറയുന്നു, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവ് യോസഫിന്റെ മകനെന്ന് മറ്റുള്ളവർ വിചാരിക്കത്തക്കവണ്ണം അവിടെ നിന്നുകൊടുത്തു. അംബാനിയുടെ മകനെന്ന് പറയുമ്പോൾ വലിയ സന്തോഷമല്ലേ? അദാനിയുടെ മകൻ അവിടെ വന്നാൽ, അദാനിയുടെ മകൻ അവിടെ വന്ന് നിൽക്കുന്നെങ്കിൽ, അംബാനിയുടെ മകൻ അവിടെ വന്ന് നിൽക്കുന്നെങ്കിൽ അവന് വലിയ കുഴപ്പമൊന്നും തോന്നത്തില്ല. അവനെ എല്ലാവർക്കും അറിയാമല്ലോ. പണ്ട് എറണാകുളത്ത്, പണ്ടെന്നല്ല 5-6 വർഷം മുമ്പ് എറണാകുളത്ത് ഏതോ സംസ്ഥാനത്തിലുള്ള ഒരു കോടീശ്വരന്റെ മകൻ അവിടെ ജോലി ചോദിച്ചു വന്നു. ഹോട്ടലിൽ പ്ലേറ്റ് കഴുകാൻ ജോലി ചോദിച്ചു വന്നു. അപ്പൊ അവന്റെ അപ്പൻ ഇവനെ പറഞ്ഞു വിട്ടതാ, മോൻ ഇതൊക്കെ ഒന്ന് പഠിക്കട്ടെ. യൂട്യൂബിലൊക്കെ വന്നിരുന്നു അത്. അങ്ങനെ അവൻ ഒരുപാട് ഹോട്ടലിൽ പോയിട്ട് ജോലി ചോദിച്ചു, പ്ലേറ്റ് കഴുകാനെങ്കിലും ചേട്ടാ ഒരു ജോലി തന്നാൽ മതി. അപ്പൊ ഏതോ ഒരു ഹോട്ടൽ ഉടമസ്ഥൻ അവന് ജോലി കൊടുത്തു. അവൻ ഏതാണ്ട് 5-6 മാസം അവിടെ പ്ലേറ്റ് കഴുകാനൊക്കെ നിന്നു. അവനതിൽ ഒരു ജാള്യതയും തോന്നില്ല. കാരണം അവനറിയാം അവന്റെ അപ്പൻ ആരാ? കോടീശ്വരനാ. 2000-3000 കോടി രൂപയുള്ള ആളുടെ മകനാ അവൻ ഒരു ജാള്യതയും തോന്നാൻ സാധ്യതയില്ല. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോ, ഇവൻ ജോലിയിൽ നിന്ന് വിരമിച്ചപ്പോ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ, 1 മാസം എങ്ങാണ്ട് കഴിഞ്ഞപ്പോ 2-3 ബെൻസ് കാറ് വന്നു ഹോട്ടലിന്റെ അടുത്തേക്ക്. ഹോട്ടലിൽ ബെൻസ് കാറ് വന്നപ്പോ ഇവൻ നല്ല കോട്ട് സൂട്ടൊക്കെ ഇട്ട് ഇറങ്ങി ആ കടക്കാരന്റെ മുന്നിൽ ചെന്നു. അപ്പോൾ ആ കടക്കാരന് മനസ്സിലായത് ഇവനൊരു കോടീശ്വരന്റെ പുത്രനാണെന്നുള്ളത് മനസ്സിലായത്. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ പോവാ. അംബാനിയുടെ മകനാണോ വലുത്? ഞാനും നിങ്ങളുമാണോ വലുത്? അദാനിയുടെ മകനാണോ ഞാനും നിങ്ങളുമാണോ വലുത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നമ്മളാരാ? നമ്മൾ ദൈവമക്കളാണ്, അത്യുന്നതന്റെ മക്കൾ. കേട്ടോ, അത്യുന്നതന്റെ പുത്രിമാരുമാണ് നമ്മൾ. ആ ഒരു വിചാരത്തോടു കൂടിയാണോ നാം ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്? ആവശ്യമില്ലാത്ത അപകർഷതാബോധങ്ങൾ നമ്മെ ഭരിക്കുന്നുണ്ടോ? മറ്റുള്ളവരെയൊക്കെ കാണുമ്പോൾ, നമ്മളെക്കാളും വലിയ വലിയ ആളുകളെ കാണുമ്പോ അയ്യോ ഞങ്ങൾ വെറും എന്താ ഒന്നുമില്ലാത്തവരെ തോന്നുന്നുണ്ടോ? തോന്നരുത്. അങ്ങനെ ഒരിക്കലും തോന്നരുത്. അത് നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതാണ്. നമുക്ക് തോന്നണം, ഞാൻ അത്യുന്നതനായ ദൈവത്തിന്റെ മകനാണ്, മകളാണ് എന്ന് നമുക്ക് വിശ്വസിച്ച് അങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോഴാണ് കർത്താവ് നമ്മിൽ പ്രസാദിക്കുന്നത്.
ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ യോസേഫിന്റെ മകനെന്ന് ജനം വിചാരിക്കുവാൻ തക്കവണ്ണം അവന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, യാതൊരു സങ്കടവും ഉണ്ടായില്ല. ഒരുപക്ഷെ ഈ ഭൂമിയിൽ ദൈവമക്കൾ എന്നുള്ള ആ വലിയ അധികാരം കൊടുത്തെന്നാ പറയുന്നത്. എന്താ പറയുന്നത്? അവകാശം കൊടുത്തെന്നല്ല, എന്താ പറയുന്നത്? അധികാരം കൊടുത്തു. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ വലിയ അധികാരത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. യാതൊരു അപകർഷതാബോധവും നമ്മെ ആരെയും ഭരിക്കുവാനായിട്ട് പാടില്ല. നിരാശപ്പെടുന്ന മുഖം ആരും കാണാൻ പാടില്ല. നമ്മളൊക്കെ എവിടെ ചെന്നാലും സന്തോഷമുള്ള മുഖം നമ്മിൽ നിന്ന് കാണണം, സന്തോഷത്തിന്റെ സ്വരം നമ്മിൽ നിന്ന് കേൾക്കണം. മറ്റുള്ളവർ നമ്മെ കാണുമ്പോൾ അവർക്ക് പോസിറ്റീവായിരിക്കുന്ന ഒരു എനർജി ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ ഈ ഭൂമിയിൽ രക്ഷിച്ചാക്കി വെച്ചിരിക്കുന്നത്. യോസഫിന്റെ മകൻ 30-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു. 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷ കഴിഞ്ഞ് അവിടുന്ന് ക്രൂശിൽ മരിച്ചു. അവിടുന്ന് ഒരു കല്ലറയിൽ അടക്കപ്പെട്ടു. അവിടുന്ന് ഉത്തുംഗ പ്രതാപവാനായിട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. എത്രയോ മഹാന്മാർ ജീവിച്ചിട്ടുണ്ടെന്ന് അറിയോ ഇവിടെ? ഇന്നാള് ഞാനൊരിക്കല് അമേരിക്കയിൽ നിന്ന് കുറച്ച് പിള്ളേർ വന്നു വീട്ടിൽ, കസിൻസിന്റെ മക്കള്. അപ്പൊ അവിടെ ഏതോ ഒരു കൊച്ചു അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന് പറഞ്ഞു. അപ്പോ ജെനിഫർ പറയും, നോ 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 നോ, ജീസസ് ഈസ് ദി ഗ്രേറ്റ്. അവള് പറയുക, അവൾക്ക് അന്ന് 12 വയസ്സൊക്കെ കണ്ടേ ഉള്ളൂ. അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന് പറഞ്ഞപ്പോ കുഞ്ഞു പറയാ, ജീസസ് ഈസ് ഗ്രേറ്റ്. ദൈവത്തിന് സ്തോത്രം. ആ ജീസസ്, ഗ്രേറ്റ് ജീസസിന്റെ മക്കളാണ് നമ്മളൊന്ന് ഓർത്തുകൊണ്ട് സന്തോഷത്തോടും വളരെ ശുഭാപ്തി വിശ്വാസത്തോടും കൂടി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ പൊന്നുനാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.